RSS നേതാവുമായിട്ട് ADGP എന്തിനാണ് ചർച്ച ചെയ്തത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ട് വരട്ടെ. നിങ്ങൾ പരിശോധിക്കാതെ ഏതെങ്കിലും വഴിക്ക് വെച്ച് പകുതി ബന്ധ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ? കൃത്യമായിട്ട് സംഘടനാപരമായിട്ടും നിയമപരമായിട്ടും ഭരണഘടനാപരമായിട്ടും ഒക്കെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഇന്ന് ഗവർണർ അങ്ങനെ ഒരു വാദം ഉന്നയിച്ചിട്ടുണ്ട്. ആ ഉന്നയിച്ച വാദം ഉൾപ്പെടെ എങ്ങനെയാണ് ഭരണഘടനാപരമായിട്ടും നിയമപരമായിട്ടും കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളത് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചോട്ടെ. ഞങ്ങൾക്ക് എന്താ അതിൽ പ്രയോഗം? അതിൽ വേറെ പ്രയോഗം ഞങ്ങൾ വേറൊന്നും പറയേണ്ട കാര്യമില്ല. എൻ്റെ അതും പ്രസിദ്ധിയാ. ശരി നിങ്ങൾ ഏത് വാർത്തയാണ് കള്ളവാർത്ത? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രിയുടെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി RSS നേതാവിനെ ADGP മുഖേന അയച്ചു എന്ന വാർത്ത നൽകിയത് എന്തടിസ്ഥാനത്തിലുള്ള വാർത്തയാ? പിന്നെ വെറുതെ പ്രതിപക്ഷം തന്നെ ഉന്നയിക്കുന്നത് നിങ്ങളല്ലേ? പിന്നെ മാധ്യമം തന്നെയാണ് അത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും വിശദീകരിക്കണ്ട. നിരവധിയായ വാർത്തകൾ എനിക്ക് പറയാൻ പറ്റും. നിങ്ങളുണ്ടാക്കിയ വാർത്ത മാധ്യമങ്ങളെ പഴിചാരി മാറി നിൽക്കുക എന്നുള്ള ആരോപണം വെറുതെ ആവശ്യമില്ലാണ്ട് ഉന്നയിക്കണ്ട. നിങ്ങൾക്കെല്ലാം കുറേ പദങ്ങളുണ്ട്. ഈ പദങ്ങളെല്ലാം ഉപയോഗിച്ച് എന്തൊക്കെയോ ആയിരിക്കുകയാണ്. ശരിയായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ കാണാനും ഉള്ളതുപോലെ റിപ്പോർട്ട് ചെയ്യാനും ഉള്ളതുപോലെ ജനങ്ങളിൽ അവതരിപ്പിക്കുന്നതിനും പകരം വളച്ചുകെട്ടി ഇല്ലാത്തത് ഉണ്ടാക്കി അതുപോലെ തന്നെ അർദ്ധസത്യങ്ങളെ സത്യങ്ങളാക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണവർഗത്തിന് വേണ്ടി. ആ ഭരണവർഗത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ ദല്ലാൾ പണിയെ നിങ്ങളെ എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്താ പറഞ്ഞാൽ അത് സിമ്പിളായി പറയാന്നാൽ കണ്ടു ഇനി ഞാൻ ലളിതമായിട്ട് ഉത്തരം പറഞ്ഞ പോരെ? ഇനി ലളിതമായ ഉത്തരം പറഞ്ഞാൽ പോരെ? ലളിതമായിട്ട് ഉത്തരം ഇതാണ്. ADGP RSSൻ്റെ 2 നേതാക്കന്മാരെ കണ്ടിരിക്കുന്നു എന്നുള്ളത് വാർത്തയായിട്ട് വന്നിരിക്കുന്നു. അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ എന്താണ് എന്ന കാര്യമാണല്ലോ അന്വേഷിക്കേണ്ടത്. കണ്ടു എന്ന് പറഞ്ഞതിന് പിന്നെ പറയുന്നത് കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ വാർത്തയിൽ അതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ള കാര്യമാണ് പരിശോധിക്കേണ്ടത്. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധിച്ച് വരും. പോരെ? ലളിതമായ ഉത്തരവാദില്ലേ? ലളിതമായ ഉത്തരവാദില്ലേ? ഒരു മാസം വേണം. യെസ്, അതാ ഞാൻ പറഞ്ഞു. അൻവർ ഉന്നയിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ല. പിന്നെ ഘടകകക്ഷിനെ പറയേണ്ടത് ഞങ്ങളെ പാർലമെൻ്ററി പാർട്ടി മെമ്പർ തന്നെ ഉന്നയിച്ചില്ലേ? ശക്തിയായിട്ട് ഉന്നയിക്കുക എന്ന് പറയുന്ന അർത്ഥം നല്ല ഭാഷയിൽ ശക്തിയായ പ്രയോഗത്തിലാണ്. ഒരു എതിർപ്പും ആരും അറിയിച്ചില്ല. ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ഇന്നലെ LDF യോഗം തീരുമാനിച്ചിരിക്കുന്നു. പിന്നെ എന്തിനാ പിന്നെ പ്രശ്നം? ഒരു മാസം അന്വേഷണത്തിന് ശേഷം മാത്രമേ നിലപാടുള്ളൂ. ഒരു ദിവസത്തേതല്ല, നിയമപരവും ഭരണഘടനാപരവും ഉൾപ്പെടെയായ നിലപാടുകൾ സ്വീകരിക്കണമെങ്കിൽ അതിന് കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് ആവശ്യമാണ്. ആ റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ നിലപാട് സ്വീകരിക്കും. മതി. ഇത് ഞങ്ങളെ എല്ലാ ദിവസവും പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും അല്ലാതെയും ഒക്കെ ബന്ധപ്പെടുകയും സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനാണ് ഇന്നലെ വരെ. പിന്നെ വെറുതെ അവസാനം ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ഇപ്പം മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശുദ്ധ അസംബന്ധവും കള്ളത്തരവും പ്രചരിപ്പിക്കുന്നു. കള്ളത്തരം കേക്ക് അത്തരം പ്രചരണം നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന പ്രചരണമാണ്. നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന പ്രചരണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. ശുദ്ധ അസംബന്ധങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അസംബന്ധം പ്രചരിപ്പിച്ചതിന് ന്യായീകരണം കിട്ടാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയെയും എന്നെയും ബന്ധപ്പെടുത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അസംബന്ധങ്ങൾ കുറേ അവസാനിപ്പിക്കുന്നതിനാൽ നിങ്ങൾ പത്രത്തിൻ്റെ അല്ലെങ്കിൽ മാധ്യമത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ദൗത്യവും ധർമ്മമുണ്ട്. ആ ധർമ്മം ഗൗരവം ആലോചിക്കുക. എവിടുന്ന് ആരെങ്കിലും പറയുന്നത് കേൾക്കുന്നത് കൊണ്ടുവന്നിട്ട് വിളമ്പുക, എന്നിട്ട് അതിൻ്റെ മേലെ കഥയുണ്ടാക്കുക. ആ കഥക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മറുപടി ഇല്ലാതിരിക്കുക. അപ്പോൾ പ്രതിസന്ധി ഞങ്ങൾ കാണുക എന്നുള്ള പ്രചരണം നടത്തുക. ഇത് തെറ്റായ പ്രചാരവേദിയാണ്. തെറ്റ് തിരുത്തുക വേണ്ടി ഞങ്ങൾ തിരുത്തേണ്ടത് ഞങ്ങൾ തിരുത്തുന്നുണ്ടല്ലോ. ഞാനതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും തിരുത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ. അത് നിങ്ങൾ ഇതേപോലെ തന്നെയാണ് കള്ളപ്രചരണം.
അതാ ഞാൻ പറഞ്ഞ PV അൻവർ പറഞ്ഞു, ഇപ്പം ഞാൻ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞത് കള്ളപ്രചരണമാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കളവ് പറയാനാണ് ഇഷ്ടം. ഞാൻ ഇവിടെ തന്നെ നിങ്ങൾ പറഞ്ഞെന്നാ PV അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഗൗരവപൂർണമായി അന്വേഷിക്കാൻ ADGPയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ട് DGPയെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞത്? അല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാം. നിങ്ങൾ അസംബന്ധം പറഞ്ഞോ? ഇപ്പോൾ പറഞ്ഞത് അസംബന്ധമല്ലേ? അല്ലാന്നോ? പിന്നെന്താ? അല്ലാണ്ട് ചോദ്യം അസംബന്ധമാണ്. പിന്നെന്താ? അസംബന്ധ ചോദ്യം ചോദിക്കുക, എന്നിട്ട് ആ അസംബന്ധ ചോദ്യത്തിന് ഞാൻ അസംബന്ധ ഉത്തരം പറയണം, എന്നിട്ട് ആ അസംബന്ധ ഉത്തരം രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കണം, എന്നിട്ട് എന്നെ പറ്റി ഇതാ അസംബന്ധ ഉത്തരം പറഞ്ഞിരിക്കുന്നു എന്ന് പറയണം. അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പാർട്ടികൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക, ഇനിയും പരിശോധിക്കും. അതല്ല പറഞ്ഞ എല്ലാം പരിശോധിക്കും, എഴുതി നൽകിയതും പരിശോധിക്കും, അല്ലാതും ഒക്കെ പരിശോധിക്കും. പാർട്ടി പരിശോധിക്കും. പിന്നെന്താ? പാർട്ടി പരിശോധിക്കുന്നില്ല, നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, എഴുതി കിട്ടിയില്ല. അതുകൊണ്ട് പരിശോധിക്കേണ്ട ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പരിശോധിക്കേണ്ടതില്ല. അത് പൊതുവാക്കണ്ട. ഇങ്ങനെ ഈ അസംബന്ധമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉടനെ പൊതുവാക്കാൻ നോക്കുക. ശശിയെ കേക്ക് ഏതായാലും സമയമില്ലാതുകൊണ്ടാണ്. ശശി എഴുതി തന്നത് അല്ലെ, ശശിയെ പറ്റി എഴുതി തന്നില്ല എന്നുള്ളതുകൊണ്ട് പരിശോധിക്കേണ്ടതില്ല തീരുമാനിച്ചു. ഉടനെ പറയുന്നത് എഴുതി തരാതെ ഒന്നും പരിശോധിക്കേണ്ടതില്ല എന്നാണോ? അല്ല എന്ന് മറുപടി.